സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പാത്തോളജിയിലെ ആന്ത്രോസ്ക്ലെറോസിസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാത്തോളജിയിലെ റുമാറ്റിക് ഹെർട്ട് ഡിസീസ് അല്ലെങ്കിൽ റുമാറ്റിക് ഹെർട്ടിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സോ അപ്പോൾ നമുക്കിനി അധികം താമസിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർട്ടീരിയോസ്ക്ലെറോസിസ് ആണ്. ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ഇങ്ങനെ ഒരു ബ്ലഡ് വെസൽസ് എന്താണ്, അവിടെ കുറെ ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് ഡെപ്പോസിറ്റ് ഒക്കെ വന്ന് അവിടെ എന്താണ് ഇത് ഹാർഡൻ ആയിട്ട് മാറുന്നൊരവസ്ഥയാണ് ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടീരിയോസ്ക്ലെറോസിസ് തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആർട്ടീരിയോസ്ക്ലെറോസിസ്, അതുപോലെ തന്നെ മോങ്ക്ബെർഗ്, മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ്, ആന്ത്രോസ്ക്ലെറോസിസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ഹാർഡനിങ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. പിന്നെ ആർട്ടീരിയോസ്ക്ലെറോസിസ് തന്നെ മൂന്ന് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ആർട്ടീരിയോസ്ക്ലെറോസിസ്, അതുപോലെ മോൺബെർഗ് മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ്, അതുപോലെ തന്നെ ആന്ത്രോസ്ക്ലെറോസിസ്. അപ്പം മോൺബെർഗ് മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ് മാത്രമാണ് കുറച്ച് കട്ടിയുള്ള പേര്. പിന്നെ ആർട്ടീരിയോസ്ക്ലെറോസിസും ആന്ത്രോസ്ക്ലെറോസിസും നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഒന്നോടെ ഞാൻ പറയാം, മോൺബെർഗ് മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ്. ഇനി നമുക്ക് ആന്ത്രോസ്ക്ലെറോസിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്ത്രോസ്ക്ലെറോസിസ് മീൻസ് തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് മീഡിയം സൈസ്ഡ് വെസൽ ഡ്യൂ ടു ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻറ്റിമ. നമുക്കറിയാം ഇൻറ്റിമ എന്ന് പറയുമ്പോൾ നമുക്ക് ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇൻറ്റിമ, അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട് ബ്ലഡ് വെസൽസിൽ. അപ്പൊ അതിൽ ഇൻറ്റിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. അവിടെയും കൂടെ എന്താണ് ഇത് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മീഡിയം ടു ലാർജ് സൈസ്ഡ് ബ്ലഡ് വെസൽസിൽ എന്താണ് അത് തിക്കനും ഹാർഡനുമായി. അപ്പോൾ അതുവഴി എന്താണ് അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണൊരു എന്താണ് ബ്ലഡ് വെസൽ. അപ്പൊ അതിന്റെ ഇന്നർ മോസ്റ്റ് ലെയറിലൂടെ വരുമ്പോൾ അത് അത്രയും എന്താണ് തിക്കൻഡായി ഹാർഡൻഡായി. അപ്പോൾ ഒരു ബ്ലഡ് വെസലിലൂടെയാണ് ബ്ലഡും അതുപോലെ തന്നെ ഈ ബ്ലഡിന്റെ ഉള്ളിൽ ഓക്സിജൻ, അതുപോലെ തന്നെ ഈ എല്ലാ ഓർഗനിലേക്കും എല്ലാ ബോഡി പാർട്ടിലേക്കും വേണ്ട കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ബ്ലഡ് വെസലിലൂടെയാണ്. അപ്പൊ അങ്ങനെ വരുന്നൊരവസ്ഥയിൽ എന്താണ് ഈ ഒരു പ്രവർത്തനം അവിടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഡെപ്പോസിഷൻ ഓഫ് ലിപ്പിഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫാറ്റിന്റെ വേറൊരു പേരാണ് നമ്മുടെ ലിപ്പിഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇത്രയാണ് പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് ഡെപ്പോസിഷൻ ഓഫ് ലിപ്പിഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫാറ്റി മെറ്റീരിയൽ വിത്തിൻ ദ ബ്ലഡ് വെസൽ വാൾ. അതായത് ഇതൊരു ബ്ലഡ് വെസലാണെങ്കിൽ വാൾസിൽ ഇങ്ങനെ എന്താണ് ഫാറ്റി ലെയേഴ്സ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിങ്ങനെ ടൈംലി ആകുമ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോഴാണ് അവിടെ എന്താണ് അവിടെ ഒരു ബ്ലോക്കേജ് സംഭവിക്കുന്നത്. അപ്പോൾ ദിസ് ഡെപ്പോസിഷൻ കോസസ് എഫക്റ്റീവ് ഡയമീറ്റർ ഓർ റേഡിയസ് ഓഫ് ദ ബ്ലഡ് വെസൽ ബിക്കം നാരോഡ്. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്ലഡ് വെസൽ ഈസി ആയിട്ട് ബ്ലഡ് പോകാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് എന്താണ് അവിടെ നല്ലപോലെ പോവാൻ പറ്റാത്ത അവസ്ഥ. അതായത് അതിന്റെ എന്താണ് സംഭവിക്കുന്നത് അവിടെ നാരോ ആയിട്ട് മാറും. വെനെവർ ദ ബ്ലഡ് വെസൽസ് ഇസ് നാരോ, ബ്ലഡ് സപ്ലൈ ടു ദ ടിഷ്യൂ ഡിക്രീസ്ഡ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ നാരോ ആവും. അപ്പോൾ ബ്ലഡ് ഇങ്ങോട്ടേക്ക് മര്യാദയ്ക്ക് പോകത്തില്ല. അപ്പൊ എന്താണ് ഓക്സിജൻ എന്താണ് അവിടെ മര്യാദയ്ക്ക് പോവാൻ, ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്കേജ് സംഭവിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ പാടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ ഈ ഒരു പാർട്ടിലേക്കുള്ള എന്താണ് ഇപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കെ നടക്കാനായിട്ട് നല്ല പാടായിട്ട്. നിങ്ങൾ ഓൾറെഡി ഇത് മെഡ്സർജിൽ പഠിച്ചുകൊണ്ടാണ് ഞാനിത് അത്ര ഇതായിട്ട് പറയാത്തത്. പിന്നെ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവോൾവ് ആവുന്നതെന്ന് പറയുമ്പോൾ കൂടുതലും ഏതാന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പാത്തോളജിയിൽ ഇപ്പൊ പാത്തോളജിയിൽ മാത്രമല്ല ഏതിലാണേലും നമുക്ക് എന്താണ് ഈ ഒരു ആർട്ടറീസ് ഉണ്ടാവാനായിട്ട് നമ്മൾ നോക്കണം. ആർട്ടറീസ് അല്ല, നമ്മൾ പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് മാക്സിമം നോക്കണം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നമുക്ക് വരയ്ക്കാൻ അത്ര പാടൊന്നുമില്ല. നോർമൽ ആർട്ടറി ഇങ്ങനെയായിരിക്കും ബ്ലഡ് ഫ്ലോ വരുന്നത്, പക്ഷെ നാരോഡ് ബൈ പ്ലേക്ക്. ഇതിനെയാണ് നമ്മൾ ആന്ത്രോസ്ക്ലെറോട്ടിക് പ്ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ പറയുന്ന ബ്ലഡ് വെസൽസിലൊക്കെ മറ്റേ യെല്ലോ ടാൻ അല്ലെങ്കിൽ റേസ്ഡ് ലീഷൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഇനി അതിന്റെ സൈഡ്സ് ആണ്. ലാർജ് ആൻഡ് മീഡിയം സൈസ് ആർട്ടറീസ് ആർ ഇൻവോൾവ്. മോസ്റ്റ് കോമൺലി ഇൻവോൾവ്ഡ് അയോട്ട,
കൊറോണറി ആർട്ടറീസ്, കരോട്ടിഡ് ആർട്ടറീസ്, ഇലിയാക് ആർട്ടറീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഏതൊക്കെ ആർട്ടറീസ് ആണ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്? നമ്മുടെ അയോട്ട, നമ്മുടെ ഹേർട്ട്, അതുപോലെ കൊറോണറി ആർട്ടറീസ്. നമുക്കറിയാം കൊറോണറി ആർട്ടറി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹേർട്ടിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കൊണ്ടുവരുന്ന ആർട്ടറി ഏതാണ്? നമ്മുടെ കൊറോണറി ആർട്ടറി ആണ്. അപ്പോൾ അവിടെ ഈ ബ്ലഡ് വെസലിലൊക്കെ ഒരു യെല്ലോ ടാൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരും. കാരണം എന്താണ്? അവിടെ ഫാറ്റ് ഇങ്ങനെ അധികമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൈനാണിത്. അപ്പോൾ കൂടുതലായിട്ടും അയോട്ട, കൊറോണറി ആർട്ടറീസ്, അതുപോലെ തന്നെ നമ്മുടെ കരോട്ടിഡ് ആർട്ടറീസ്, അതുപോലെ തന്നെ ഇലിയാക് ആർട്ടറീസ്. ഏതൊക്കെയാണ്? കരോട്ടിഡ്, കൊറോയിഡ്, ഇലിയാക് ആർട്ടറീസ്, അയോട്ട. പിന്നെ ദ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ അയോട്ടയാണ്. അപ്പോൾ ഏറ്റവും ഇത് MCQനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ അയോട്ടയാണ്. സ്പെസിഫിക്കലി ദ പാർട്ട് ബിലോ ദ റീനൽ ആർട്ടറീസ് ആൻഡ് എബോവ് ദ ബൈഫ്യൂറിക്കേഷൻ ഓഫ് ദ ഇലിയാക് ആർട്ടറീസ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കൊറോണറി ആർട്ടറിയാണ്. അപ്പോൾ സൈറ്റിൽ കൂടുതലും വരുന്ന കരോട്ടിഡ്, അയോട്ട, അതുപോലെ ഇലിയാക് ആർട്ടറീസ്, അതുപോലെ കരോട്ടിഡ് ആർട്ടറീസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ അയോട്ടയാണ്. സെക്കൻഡ് കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ് ആണ്. ഇനി വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ മോഡിഫയബിൾ പാറ്റേഴ്സ്, അതായത് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏജ് ആണ്. നമുക്ക് ഏജ് ഒരിക്കലും കുറയ്ക്കാനായിട്ടോ കൂട്ടാനായിട്ടോ പറ്റത്തില്ല. പിന്നെ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ എക്സസൈസും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ നമുക്കത് മാറ്റി നമുക്കൊരു പരിധി വരെ ഇത് തടയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ കാരണം നമുക്ക് വരുന്നതാണ് അതർ അസോസിയേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഫസ്റ്റ് നോൺ മോഡിഫയബിൾ, ഇൻക്രീസിങ് ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, അത് നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ ഹൈപ്പർലിപ്പിഡീമിയ, ഫാറ്റ് കൂടുന്നൊരവസ്ഥ. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത സാച്ചുറേറ്റഡ് ഫാറ്റ്, നമ്മൾ ഈ പാക്കറ്റ് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാനായി മീൻസ് മാക്സിമം നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഹൈ BP. എന്തായാലും ഹൈ BP ഉള്ളൊരു പേഷ്യൻറ്റിന് എന്താണ് സോഡിയം ഇൻടേക്കും കാര്യങ്ങളൊക്കെ കുറച്ച്, അതുപോലെ തന്നെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം. അതുപോലെ സിഗരറ്റ് സ്മോക്കിംഗ്, ഡയബറ്റിസ് വെല്ലിസ്, ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലമേഷൻ, ഹൈപ്പർ ഹോമോസിസ്റ്റീനീമിയ, മെറ്റബോളിക് സിൻഡ്രോം, അബ്നോർമൽ അപ്പോപ്രോട്ടീൻസ്, ലിപ്പോപ്രോട്ടീൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീമോസ്റ്റാസിസ്, ലാക്ക് ഓഫ് എക്സസൈസ്, സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുന്നത് അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സിൽ ഒബീസിറ്റി, അതുപോലെ തന്നെ എക്സോജീനിയസ് ഹോർമോൺസ്, ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ സ്റ്റെറോയിഡ്സ് ഒക്കെ എടുക്കല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ ഒന്ന് ഫോർഗീവ് ചെയ്യുക, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സോ അപ്പോൾ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി നമുക്ക് വേണമെങ്കിൽ ആദ്യമായിട്ട് ഒന്നോടെ നോക്കാം. അപ്പോൾ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് ഹാർഡനിങ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെറോസ്ക്ലെറോസിസ്, മോൺബർഗ്, മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ്, പിന്നെ അന്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് മീഡിയം ടു ലാർജ് സൈസ്ഡ് എന്ന് പറയുന്ന വെസൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫാറ്റി മെറ്റീരിയൽസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നാരോ ചെയ്യും. മര്യാദയ്ക്ക് അവിടെ ബ്ലഡ് സപ്ലൈ, ഓക്സിജൻ സപ്ലൈ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ നോർമൽ. ഇതാണ് അതിൻ്റെ യെല്ലോ ടാൻ റേസ്ഡ് ലീഷൻസ് വരും. അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് കൂടുതൽ വരുന്നത് നമ്മുടെ അയോട്ട, ഇലിയാക് ആർട്ടറീസ്, അതുപോലെ തന്നെ നമ്മുടെ കൊറോണറി ആർട്ടറീസ് ആണ്. ഏറ്റവും കൂടുതൽ അബ്ഡോമിനൽ അയോട്ടയാണ്. സെക്കൻഡ് മോസ്റ്റ് വരുന്നത് കൊറോണറി ആർട്ടറീസിലാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 3 ഫാക്ടേഴ്സ് ഉണ്ട്: മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ, അതർ അസോസിയേറ്റഡ്. അപ്പോൾ അതിലാണ് നമ്മുടെ ഇൻക്രീസിങ് ഏജ്, ജെൻഡർ, ജനറ്റിക് ഫാക്ടേഴ്സ്, മോഡിഫയബിൾ, ഹൈപ്പർലിപ്പിഡീമിയ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനി അതിൻ്റെ പാത്തോജൻസിസ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം പാത്തോജൻസിസ് ആണ് നമ്മുടെ ഈ ഒരു പാത്തോളജിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. പിന്നെ അതിൻ്റെ മോർഫോളജിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ പാത്തോജെനിസിസ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. പാത്തോജെനിസിസ് എന്ന് പറയുന്നത് ക്രോണിക് ഓർ റിപ്പീറ്റഡ് എൻഡോത്തീലിയൽ ഇഞ്ചുറീസ് ഒക്കേഴ്സ് ഡ്യൂ ടു റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്കറിയാം ഇതാണ് എൻഡോത്തീലിയം എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ബ്ലഡ് വെസൽ ആണ്. അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഫാറ്റ് കൂടി ഹൈപ്പർലിപ്പിഡീമിയ അങ്ങനെ ഇങ്ങനെ കൂടുന്ന ഒരവസ്ഥയിൽ എന്താണ് അവിടെ എൻഡോത്തീലിയൽ ഇഞ്ചുറി ഒക്കെ അറിയും. അപ്പോൾ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഹാപ്പൻസ് ആൻഡ് ദ ഇൻറ്റിമൽ ലെയർ ഇസ് ഡാമേജ്. അതായത് നമ്മുടെ 3 ലെയേഴ്സ് ഉണ്ടല്ലോ, ടൂണിക്ക, മീഡിയ, അഡ്വെൻഷ്യ, അതുപോലെ ഇൻറ്റിമ. അവിടം വരെ, അതായത് ഇന്നർമോസ്റ്റ് ലെയർ വരെ അത് ഡാമേജ് ആവാനായിട്ട് തുടങ്ങും.
പിന്നെ ഇൻ റെസ്പോൺസ് ടു ഇൻറ്റിമൽ ഡാമേജ് നമ്മുടെ മാക്രോഫേജസ് അതായത് മോണോസൈറ്റ് ആൻഡ് പ്ലാറ്റ്ലെറ്റ്സ് എൻ്റർ ഇൻ ടു ദ വാൾ ഓഫ് ബ്ലഡ് വെസൽ സ്പെസിഫിക്കലി ഇൻ ടു ട്യൂണിക്ക ഇൻറ്റിമ. അതായത് ഫസ്റ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് നമ്മുടെ ട്യൂണിക്ക ഇൻറ്റിമയിൽ വരെ അതിങ്ങനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്യൂണിക്ക ഇൻറ്റിമ ഡാമേജ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്രോഫേജസ് പ്ലാറ്റ്ലെറ്റ്സ് ഈ ഡാമേജ് ചെയ്ത ട്യൂണിക്ക ഇൻറ്റിമയിൽ കയറും. എലോങ് വിത്ത് ദിസ് LDL അതായത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസും എന്താണ് ഈ ഒരു വാളിലേക്ക് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം ഞാൻ ആദ്യം തൊട്ട് ഒന്നോടെ പറയാം. നമ്മൾ ഫോർ എക്സാമ്പിൾ ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ഫാറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആൾക്ക് എന്തായിരിക്കും, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ബ്ലഡ് വെസലിൽ ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിരിക്കുമ്പോൾ നമ്മുടെ എൻഡോത്തീലിയം ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ്. ഈ 3 ലെയേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ലെയറാണ്. അത് ഡാമേജ് ആയി പിന്നെ മീഡിയ, അഡ്വെൻഷ്യ, അതുപോലെ ഇൻറ്റിമയിൽ വരെ അതായത് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിൽ വരെ അത് ഇൻവോൾവ് ആയിട്ട് അതും ഡാമേജ് ആയി. അങ്ങനെ ഡാമേജ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മാക്രോഫേജസ് പ്ലാറ്റ്ലെറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസും ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. അതുവരെ ഓക്കെ ആണല്ലോ. ഓക്കെ. വിത്തിൻ ദി ഇൻറ്റിമ മാക്രോഫേജസ് ആൻഡ് പ്ലാറ്റ്ലെറ്റ് റിലീസ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ നമ്മുടെ ഓൾറെഡി കയറിയ മാക്രോഫേജസ് അതുപോലെ തന്നെ പ്ലാറ്റ്ലെറ്റ്സ് ഒക്കെ എന്താണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ റിലീസ് ചെയ്യും. ദിസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അട്രാക്ട് സ്മൂത്ത് മസിൽ ഫ്രം ട്യൂണിക്ക മീഡിയ ടു മൈഗ്രേറ്റ് ഇൻ ടു ട്യൂണിക്ക ഇൻറ്റിമ. ദിസ് ഫോംസ് എ നിയോ ഇൻറ്റിമ. അതായത് പുതിയൊരു ഇൻറ്റിമ, അതായത് പുതിയൊരു ലെയർ ഉണ്ടാവും. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റിമയിൽ തന്നെ മാക്രോഫേജസും പ്ലാറ്റ്ലെറ്റ്സും കയറിയല്ലോ. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്മൂത്ത് മസിൽ സെൽസ്, നമ്മുടെ ട്യൂണിക്ക മിഡിൽ മോസ്റ്റ് ലെയറിൽ ആ ഒരു സ്മൂത്ത് മസിൽ സെൽസിനെ ഇത് അട്രാക്റ്റ് ആയും എന്നിട്ട് പുതിയൊരു ലെയർ അവിടെ, അതായത് ഇൻറ്റിമയിൽ പുതിയൊരു ലെയർ, അതിനെയാണ് നമ്മൾ ന്യൂ ഇൻറ്റിമ എന്ന് പറയുന്നത്. ദ സ്മൂത്ത് മസിൽ സെൽസ് ആൻഡ് മാക്രോഫേജസ് ഇൻ ദി ഇൻറ്റിമ സ്റ്റാർട്ട് ടു എൻഗൾഫ് ഓക്സിഡൈസ്ഡ് LDL അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്താണ് നമ്മുടെ ഈ ഒരു സ്മൂത്ത് മസിൽ സെൽസും അതുപോലെ മാക്രോഫേജസ് ഇൻ ദി ഇൻറ്റിമ അത് എന്താണ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ എൻഗൾഫ്, അതായത് എൻഗൾഫ് ചെയ്യാന്ന് പറയുമ്പോൾ കഴിക്കുക എന്നുള്ളൊരു അർത്ഥം വരും. ദിസ് സെൽസ് ഫിൽഡ് വിത്ത് LDL ആർ കോൾഡ് ഫോം സെൽസ്. അതായത് ഓൾറെഡി ഈ മാക്രോഫേജും പ്ലാറ്റ്ലെറ്റും എൻഗൾഫ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു എൻഗൾഫ് ചെയ്ത ആ ഒരു സെൽസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഫോം സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് ഒന്നോടെ പറയാം. ഫസ്റ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ബ്ലഡ് വെസൽസിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻഡോത്തീലിയാണ് ഈ 3 ലെയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെ വരുന്നൊരവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്, എൻഡോത്തീലിയം ഡാമേജ് ആയിട്ട് ഈ ട്യൂണിക്ക ഇൻറ്റിമ ഇന്നർമോസ്റ്റ് ലെയറിൽ അത് ഡാമേജ് ആയി. അങ്ങനെ ഡാമേജ് ആവുന്ന സമയത്ത് നമ്മുടെ മാക്രോഫേജസ് അല്ലെങ്കിൽ മോണോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ലെറ്റ്സ് എന്താണ് ആ ഒരു ട്യൂണിക്ക ഇൻറ്റിമയിൽ എൻ്റർ ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവര് ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്യൂണിക്ക മീഡിയയിലുള്ള സ്മൂത്ത് മസിൽ സെൽസിനെ അട്രാക്ട് ചെയ്തിട്ട് അവിടെ പിന്നെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്തിട്ട് പുതിയൊരു ലെയർ, അതായത് ട്യൂണിക്ക ഇൻറ്റിമയെ ഡിസ്ട്രോയ് ചെയ്തല്ലോ, പുതിയൊരു ലെയർ നിയോ ഇൻറ്റിമ എന്ന് പറഞ്ഞൊരു ലെയർ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾറെഡി എൻ്റർ ചെയ്ത മാക്രോഫേജസും അതുപോലെ തന്നെ സ്മൂത്ത് മസിൽ സെൽസും എന്താണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോ ഡെൻസിറ്റി ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്താണ് അത് എൻഗൾഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻഗൾഫ് ചെയ്ത് കൂടി ഒരു ഫോം എങ്ങനെയായിരിക്കും, ഫോം സെൽസ് പോലെ അവിടെ വരും. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ദിസ് ഫോം സെൽസ് ഫോംസ് ആൻഡ് ആർട്ടീരിയോമാറ്റസ് പ്ലേക്ക് ഓർ ഫാറ്റി സ്ട്രീക്ക്. അങ്ങനെ നമുക്ക് ഒരു ഫാറ്റി സ്ട്രീക്ക് ഉണ്ടാവും. ദ ഫാറ്റി സ്ട്രീക്ക് ഇസ് ദ ഏർലിയസ്റ്റ് വിസിബിൾ ലീഷൻ ഇൻ ആന്ത്രോസ്ക്ലെറോസിസ്. നമ്മൾ അവിടെ ഒരു യെല്ലോ സ്ട്രീക്ക് കണ്ടില്ലായിരുന്നോ? അപ്പം നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. Over time, the smooth muscle cells and macrophages may die, leading to further accumulation of LDL, low density lipoprotein. കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിലാണല്ലോ ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അങ്ങനെ മാക്രോഫേജസ് ഇങ്ങനെ ടൈംലി ഡിസ്ട്രോയ് ചെയ്തിട്ട് കൂടുതൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റി ആസിഡ്സ് അവിടെ ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ട്യൂണിക്ക മീഡിയ, അതുപോലെ തന്നെ എൻഡോത്തീലിയം, ഫോമി മാക്രോഫേജസ് എന്ന് പറയുന്നത്. ഇതാണ് ട്യൂണിക്ക അഡ്വെൻഷ്യ എന്ന് പറയുന്നത്.
ഇനി അതിൻ്റെ സിംറ്റംസ് എന്താണ്? ഒബ്വിയസ്ലി നമുക്ക് ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കണ്ടീഷൻ വന്നാലും അഞ്ചൈന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വരും, അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാവും. നമുക്ക് നല്ലപോലെ അവിടെ ഓക്സിജൻ സപ്ലൈ ഇല്ലാതാവുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, കാരണം ഓക്സിജൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളൊരു കോമൺ സെൻസിൽ ചിന്തിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യം ഉറപ്പായിട്ട് അവിടെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. പിന്നെ ബ്ലഡ് നാരോ ആവുന്ന സമയത്ത് ഓക്സിജൻ പോകുന്നില്ല, അതുകൊണ്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും. അതുപോലെ ലെഗ് പെയിൻ ഓർ ക്രാമ്പിംഗ് പർട്ടിക്കുലർലി ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി, ക്ലോഡിക്കേഷൻ ആ ഒരു അവസ്ഥ വരും. പിന്നെ സ്ട്രോക്ക് സിംറ്റംസ് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, കാരണം അബ്ഡോമിനൽ അയോട്ടയിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ചെയ്യും, അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ അഫക്റ്റഡ് ബ്ലഡ് വെസൽ ബിക്കം വീക്ക്. നമ്മുടെ ഓൾറെഡി അഫക്ട് ചെയ്തേക്കുന്ന ബ്ലഡ് വെസൽസ് വീക്കായി അത് ഡൈലേറ്റ് ആയിട്ട് അനൂറിസം എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തവണ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് വെസൽസിൽ ഇങ്ങനെ ഓരോരോ പൊന്തി ഡൈലേറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് അനൂറിസം. അങ്ങനെ അനൂറിസം വരും. അതുപോലെ തന്നെ ഈ ഓൾറെഡി ഉള്ള പ്ലേക്ക് അവിടെ റപ്ചർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൺ റപ്ചർ ത്രോംബോസിസ്, അതായത് ത്രോംബസ് ഫോർമേഷൻ ക്യാൻ ഒക്കർ ഓൺ റപ്ചേർഡ് ഏരിയ. പിന്നെ അതുപോലെ തന്നെ the thrombus can completely occlude the blood vessels. ആ ത്രോംബസ് അതായത് ഒരു ക്ലോട്ട് അവിടെ ഫോം ചെയ്യും. അത് കംപ്ലീറ്റ്ലി ആ ബ്ലഡ് വെസൽസിൽ, അതായത് ഇങ്ങനെ നിൽക്കുന്നൊരു കണ്ടീഷൻ ഉണ്ടാവല്ലോ, അത് കംപ്ലീറ്റ്ലി ഇങ്ങനെ പ്ലേറ്റ്, അതായത് ഒരു ക്ലോട്ട് പോലെ ഫോം ചെയ്യും. ഇഫ് ഒക്ലൂഷൻ ഹാപ്പൻസ് ഇൻ എ കൊറോണറി ആർട്ടറി ഇറ്റ് ക്യാൻ ലീഡ് ടു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അതായത് നമ്മുടെ ഹേർട്ടിലേക്കുള്ള കൊറോണറി ആർട്ടറി, കൊറോണറി ഇതാണ് ഹേർട്ട് എന്ന് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എല്ലാ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ത്രോംബസ് ഫോർമേഷൻ ആയി. അപ്പൊ ഇവിടെ ബ്ലോക്ക് ചെയ്തു, ഓക്സിജനോ ന്യൂട്രിയൻസോ ഒന്നും കിട്ടുന്നില്ല. ഒബ്വിയസ്ലി ഹേർട്ട് നല്ലപോലെ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഒന്നും പോകാത്തൊരവസ്ഥ അതുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതിന്റെ മോർഫോളജി എന്ന് പറയുമ്പോൾ സെൽസ്, സ്മൂത്ത് മസിൽ സെൽസ്, അതുപോലെ തന്നെ നമ്മുടെ മാക്രോഫേജസ്, ടി സെൽസ്, പിന്നെ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് ഇൻക്ലൂഡിംഗ് കൊളാജൻ, എലാസ്റ്റിക് ഫൈബർ ആൻഡ് പ്രോട്ടിയോഗ്ലൈക്കൻസ്, ഇൻട്രാ സെല്ലുലർ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ ലിപ്പിഡ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സെൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഏകദേശം ആ ഒരു ഫോം എന്ന് പറയുന്നത്. ഇതാണ് നെക്രോട്ടിക് കോർ എന്ന് പറയുന്നത്, നശിച്ചുപോയ ആ ഒരു സെൽ എന്ന് പറയുന്നത്. അവിടെ ലിപ്പിഡ്, ഡെബ്രിസ് ഫ്രം ഡെഡ് സെൽസ്, ഫോം സെൽസ്, ഫൈബ്രിൻ, ത്രോംബസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലിപ്പിഡ്സ് അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും, എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് ഉണ്ടാവും, ഫൈബ്രിൻ ക്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഏകദേശം ഷോൾഡർ പോലെയുള്ള, നമ്മുടെ കയ്യിലെ ഷോൾഡർ പോലെ ആയിരിക്കും ഈ ഒരു അരിത്രോമ, അതായത് ആ ഒരു പ്ലാക്ക്. അതായത് ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞുകൂടി ഓട്ടോമാറ്റിക്കലി നമ്മൾ പാത്തോജെനിസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്യൂണിക്ക ഇന്റിമയില് നമ്മുടെ മാക്രോഫേജസും പ്ലേറ്റ്ലെറ്റും അതുപോലെ തന്നെ LDL എല്ലാം കയറി ലാസ്റ്റ് അവിടെ ഒരു പ്ലേക്ക് വരെ ഉണ്ടാക്കി, ത്രോംബസ് വരെ ഫോം ചെയ്ത്, ലിപ്പിഡ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പൊന്തി ഒരു ഷോൾഡർ പോലെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആന്ത്രോസ്ക്ലെറോട്ടിക് പ്ലാക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലിംഫോസൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫോമി മാക്രോഫേജസ് എന്ന് പറയുന്നത്. ഇതാണ് കൊളസ്ട്രോൾ ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സെല്ലുലർ ഡെബ്രിസ് ആൻഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഷോൾഡർ പോലെ ആയിരിക്കും അല്ലേ ഇരിക്കുന്നത്. ഇതാണ് ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമുക്ക് CT സ്കാൻ എടുക്കാം, അതുപോലെ മാഗ്നറ്റിക് റെസോണൻസ് ആൻജിയോഗ്രാഫി എടുക്കാം, അതുപോലെ ബ്ലഡ് സെൽസ് എടുക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിൻ നമുക്ക് യൂസ് ചെയ്യാം, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാം, ഡയറൂട്ടിക്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സർജറി, അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സ്റ്റാറ്റിൻ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡയറൂട്ടിക്സ് നമുക്ക് ആന്ത്രോസ്ക്ലെറോസിസ് യൂസ് ചെയ്യാം. സ്റ്റാറ്റിൻ, കാൽഷ്യം ചാനൽ, നമുക്ക് സ്പെസിഫിക്കലി ആ ഒരു മെഡിസിൻ്റെ പേര് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഫാർമക്കോളജിയിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിൻ ഉണ്ട്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, ഡയറൂട്ടിക്സ് നമുക്ക് ഹൈ എഫിക്കസി, ലോ എഫിക്കസി, മോഡറേറ്റ് എഫിക്കസി ഉണ്ട്. അത് നമ്മുടെ നീഡ്സ് അനുസരിച്ചാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹൈ എഫിക്കസിയിൽ ഫ്രൂസമൈഡും അതുപോലെ തന്നെ ഓക്സിജൻ അതിൽ മാനിറ്റോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി, ഓക്കെ, ഒരു സ്റ്റെൻറ്റ് ഒക്കെ അവിടെ ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ നമ്മൾ സ്റ്റെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അലിയിച്ച് കളയാനൊക്കെ പറ്റും. അതാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആന്ത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് നമുക്കറിയാം, അതായത് ഒരു ബ്ലഡ് വെസലിൽ നോർമലായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി, കൊളസ്ട്രോൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടി ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. പിന്നെ ബ്ലഡ് നല്ലോണം പോകത്തില്ല. അതുവഴി
ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കും. ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിൽ പാത്തോജനസിസ് ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കോമൺ സൈറ്റ് ഏതൊക്കെയാണ്? ഏറ്റവും കോമൺ അബ്ഡോമിനൽ അയോട്ട, അതുപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് കൊറോണറി ആർട്ടറി, കൂടുതലും ഇലിയാക് ആർട്ടറി, കരോട്ടിഡ് ആർട്ടറീസിലൊക്കെയാണ് വരുന്നത്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാറ്റിൻ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഡയോട്ടിക്സ് യൂസ് ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി യൂസ് ചെയ്യാം, സർജറി യൂസ് ചെയ്യാം. പിന്നെ ആ സർജറി നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഷോൾഡർ ഷേപ്പിലായിരിക്കും. കാരണം അതിലേക്ക് മാക്രോഫേജസും എല്ലാം അടിഞ്ഞുകൂടി അത്രയും തിക്കായിട്ടുള്ളൊരു തിക്കനിങ് നാരോ ആയിട്ടുള്ളൊരു എന്താണ് ത്രോംബസ് അല്ലെങ്കിൽ ക്ലോട്ട് ആയിരിക്കും ആ ഒരു ബ്ലഡ് വെസലിൽ ഫോം ചെയ്യുന്നത്. പിന്നെ സിംറ്റംസ് നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും അഡീഷണൽ ആയിട്ട് ടയേർഡ്നെസ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിൽ തന്നെ ഫിസിക്കൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടയേർഡ് ആവുകയും അങ്ങനെ പെയിൻ ഉണ്ടാവുന്ന അവസ്ഥയൊക്കെ വരാനായിട്ടുള്ള എല്ലാ ചാൻസും ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ, അതുപോലെ അതർ ഫാക്ടേഴ്സ് ഉണ്ട്. നോൺ മോഡിഫയബിൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജെൻഡർ, ഏജ് അങ്ങനത്തെ കാര്യങ്ങൾ. മോഡിഫയബിൾ നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇനി വേറൊരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോം, അബ്ഡോമിനൽ അപ്പോപ്രോട്ടീൻസ്, അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി അതാണ് അതിൻ്റെ പാത്തോജനസിസ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അന്യൂറിസം ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടാവും, അത് റപ്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും, ത്രോംബസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഒക്ലോഡ് ആവാൻ ചാൻസ് ഉണ്ട്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് കംപ്ലീറ്റ്ലി ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ആന്ത്രോസ്ക്ലെറോസിസ്. ഇത് നിങ്ങൾക്ക് നോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ആന്ത്രോസ്ക്ലെറോസിസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആന്ത്രോസ്ക്ലെറോസിസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ആറ്റീരിയോസ്ക്ലെറോസിസ്, മോങ്ബർഗ്, എന്താണ് മീഡിയൽ കാൽസിഫസ്ക്ലെറോസിസ്. ഇത് നിങ്ങൾക്ക് പിന്നെ ആന്ത്രോസ്ക്ലെറോസിസ് ഏതാണ്? ആറ്റീരിയോസ്ക്ലെറോസിസ്, മോൺബർഗ്, മീഡിയൽ എന്താണ് കാൽസിഫിക് സ്ക്ലെറോസിസ്, മോങ്ബർഗ്, മീഡിയൽ കാൽസിഫിക് സ്ക്ലെറോസിസ്, ആന്ത്രോസ്ക്ലെറോസിസ്. ഇതാണ് ആന്ത്രോസ്ക്ലെറോസിന്റെ ഡെഫിനിഷൻ. ഇതാണ് നോർമൽ ആർട്ടറി അല്ലെങ്കിൽ ആന്ത്രോസ്ക്ലെറോട്ടിക്. ഈ ഒരു യെല്ലോ ടാൻ ഉണ്ട്, അത് ഫാറ്റ് ആണ്. ഇതാണ് സൈറ്റ്, റിസ്ക് ഫാക്ടേഴ്സ്, അതുപോലെ ഇതാണ് പാത്തോജനസിസ്. ഇത് നിങ്ങൾ എന്തായാലും വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഡയഗ്നോസിസ് നമ്മുടെ CT, MRI ആട്ടോ, ആൻജിയോഗ്രഫി, ബ്ലഡ് ടെസ്റ്റ്, ഇതാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും നിങ്ങൾ കാര്യമൊക്കെ വേണ്ട, കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് ചെയ്യുന്നത്. വോയിസ് കേൾക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കിയിട്ടാണ് ഞാൻ വേറൊരു സ്ഥലത്ത് വന്നത്. ബട്ട് വോയിസ് എന്ന് പറയുന്നത് ഒരു ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നല്ലോണം പഠിക്കുക, എക്സാംസ് അപ്രോച്ച് ചെയ്യാൻ കുറച്ച് നാളും കൂടി ഉള്ളൂ. റിക്വയർമെൻറ്റ്സ് വേഗം കംപ്ലീറ്റ് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. എന്നും മിനിമം 1 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. സോ ഫാർമക്കോളജി ഇത്തവണ 4th സെം എന്ന് പറയുമ്പോൾ ബ്രേക്ക് സെം ആണ്. ഫാർമക്കോളജി, പാത്തോളജി, ജെനറ്റിക്സ് ഒരുമിച്ചാണ് നമുക്ക് വരുന്നത്. സോ ജെനറ്റിക്സിൽ കൂടുതലും നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ പാത്തോളജിക്ക് കൊടുക്കുക. ജെനറ്റിക്സ് മാക്സിമം 2 മാർക്സിലായിരിക്കും ചോദിക്കുക, പാത്തോളജിയിലാണ് കൂടുതലും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫാർമക്കോളജി നിങ്ങൾ നല്ലോണം പഠിക്കുക. നമുക്ക് ഫാർമക്കോളജിയുടെ ക്ലാസ്സുമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സുമായിട്ട് ഞാൻ വരാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. നോട്ട്സ് ഇതിൽ തന്നെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വെച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.